ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നവരാണ്. ദൈവത്തിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടിയൊക്കെ ചെലവാക്കുന്നവരാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നവരോട്, ദൈവത്തിന് കൊടുക്കുന്നവരോട് ദൈവത്തിനൊരാലോചനയുണ്ട്. അതൊരു അനുഗ്രഹ വചനമാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന് നാം കൊടുക്കുവാൻ തയ്യാറായാൽ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നാം കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരും. ദൈവത്തിന് നാം കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ സകല കൃപയിലും പെരുകി വരും. നിങ്ങളുടെ വിതയെ ദൈവം പൊലിപ്പിക്കും. നിങ്ങളുടെ വിളവിനെ ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. ദൈവം ശക്തനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹമാണ്. ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം. നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. എന്തിലൊക്കെയാണ്? സൽപ്രവർത്തികളിൽ നിങ്ങൾ വർദ്ധിച്ചു വരും. സകല കൃപയിലും വർദ്ധിച്ചു വരും. പ്രിയപ്പെട്ടവരെ, കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ധനമാണ്. നിശ്ചയമായും നാം നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കണം. സുവിശേഷ പ്രവർത്തനങ്ങൾ കൊടുക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് കൊടുക്കണം. ദരിദ്രർക്ക് കൊടുക്കണം. ഇതൊക്കെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം കൊടുക്കുന്നവരാകണം. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, നിശ്ചയമാണ്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളുടെ ധനം കൊണ്ട്, വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കും. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം, അതിനേക്കാളൊക്കെ വലുതായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. തിരുവചനം പറയുന്നു, മകനെ, നിന്റെ ഹൃദയം നീ എനിക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയത്തെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവിൻ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിങ്കൽ ശമൂവേൽ ന്യായപാലനം നടത്തുന്ന സമയത്ത് ഇസ്രായേൽ പാളയത്തിലേക്ക് ഫിലിസ്തീയ ശക്തികൾ അവരെ ആക്രമിക്കുവാൻ കയറി വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിനോട് കൈമാറിയൊരു ആലോചനയുണ്ട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവൻ. പ്രിയപ്പെട്ടവരെ, ഹൃദയം നേരുള്ളതാണെങ്കിൽ, ഹൃദയശുദ്ധിയുണ്ടെങ്കിൽ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ദൈവമുണ്ട്. നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ഹൃദയമാണ്. ഏറ്റവും വലുത് ഹൃദയമാണ്. പിന്നെ ഈ തിരുവെഴുത്ത് പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ. ജീവിതത്തിൽ ദൈവവിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. പിന്നെയും തിരുവെഴുത്ത് പറയുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കൽ ചിലർ വന്നു പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? യേശു അവരോട് പറയും, നിങ്ങളുടെ കയ്യിലുള്ള വെള്ളിക്കാശൊന്ന് കാണിക്കാമോ? എന്നിട്ട് യേശു അവരോട് ചോദിച്ചു, അതിലെ സ്വരൂപവും മേലെഴുത്തും ഒക്കെ ആരുടേതാണ്? അവർ പറഞ്ഞു, കൈസരുടേതാണ്. യേശു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവിൻ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വരൂപം നാം എവിടെയാണ് കാണുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപം നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന് ധനം കൊടുക്കണം, പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപം ഇരിക്കുന്നത് ധനത്തിലല്ല. ദൈവത്തിൻ്റെ സ്വരൂപം നാം ഓരോരുത്തരുമാണ്. അവൻ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം, അല്ലേ? ദൈവത്തിനുള്ളത് ദൈവത്തിനോട്, നാം ദൈവത്തിനുള്ളവരാ. നമ്മെ മുഴുവനായും ദൈവത്തിന് കൊടുക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ എന്നാണ് ദൈവം നമ്മോട് ആലോചന പറയുന്നത്. പിന്നെയും തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കുവിൻ, അത് തക്കത്തിൽ ഉപയോഗിക്കുവിൻ, ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ, സ്തുതി കൊടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് നാം ദൈവത്തിന് കൊടുക്കേണ്ടത്? ഇന്ന് പകൽക്കാലം ദൈവത്തിന് കൊടുക്കുന്നവരോട് ദൈവത്തിന് പറയാനുണ്ട്, നിങ്ങൾ സമ്പന്നരാകും. എന്താണ് ആ സമ്പന്നത? നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും, സകലത്തിലും തൃപ്തി ഉണ്ടാകും. നിങ്ങൾ സൽപ്രവൃത്തികൾ പെരുകി വരും. നിങ്ങളുടെ വിധയെ ദൈവം പൊലിപ്പിക്കും. നിങ്ങളുടെ വിളവിനെ ദൈവം വർദ്ധിപ്പിക്കും. സമാധാനത്തിൻ്റെ സമൃദ്ധി, സന്തോഷത്തിൻ്റെ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. അതുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുന്നവരാകാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.